ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് നേരെ വ്ളോഗിലേക്ക് കടക്കാം. ഇന്ന് രാവിലെ വലിയ കാര്യത്തിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പുട്ടാണ് ഉണ്ടാക്കിയത്. മക്കളെ സ്കൂളിലേക്ക് അയച്ചിട്ടുണ്ട്. മക്കളെല്ലാം റോസ് മാത്രമേ പോയിട്ടുള്ളൂ. റൂഹിക്ക് ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു, പറഞ്ഞു വെച്ചിട്ടില്ല. അപ്പം ചോറൊക്കെ അടുപ്പത്ത് ആക്കി ഇനി കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കുന്ന സമയത്താണ് സ്റ്റൗ പണി മുടക്കിയത്. അതായത് ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഈ തിരക്കിൻ്റെ ഇടയിൽ ഗ്യാസ് ബുക്ക് ചെയ്യാനും മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ഗ്യാസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗ്യാസ് കഴിഞ്ഞു. ഭാഗ്യത്തിന് അവർക്ക് വിളിച്ചപ്പോൾ അവരിന്ന് ഗ്യാസും കൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്കൊന്ന് റെഡിയാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഗ്യാസ് ഈ പണി മുടക്കിയാൽ ഇവിടെ മറ്റിടത്തുണ്ട് ഗ്യാസ്. നമ്മളെ പുതിയ കിച്ചണിൽ, വൈറ്റ് കിച്ചണിൽ വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഇവിടുന്ന് ഓരോ സാധനങ്ങളും അവിടേക്ക് കൊണ്ടുപോയി വെക്കൽ പോസിബിൾ അല്ല. പിന്നെ അവിടെയും കൂടി വൃത്തിയേടാവും. ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം റെഡിയാക്കുന്ന ഒരു കിച്ചണാണ്. അപ്പോൾ മട്ടനൊക്കെ ഉണ്ടാക്കാണ്ടായിരുന്നു. പിന്നെ മസാലപ്പൊടികളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ. ഈ വൈറ്റ് കിച്ചണിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആക്കൽ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ വേഗം ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഗ്യാസ് കഴിഞ്ഞത്. അപ്പോൾ പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ കറണ്ട് പോയിട്ട് വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും വെറുതെ ഇരിക്കൂലേ, അതേമാതിരിയാണ് ഗ്യാസ് കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ എന്തെങ്കിലും കൂട്ടാൻ മതി, എല്ലാവർക്കും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ മട്ടനൊക്കെ ഞാൻ നേരെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ പരിപ്പും മുരിങ്ങക്കായും കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പിന്നെ കൈപ്പങ്ങ ഫ്രൈ ആക്കി, അത് മതി ബസ്. പിന്നെ അച്ചാറും പപ്പടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കണം ഇനി. അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും മുടക്കാൻ പറ്റില്ല. എന്ന് ഒരുപാട് നമ്മളെ റോസ് ഹെർബൽസിലോട്ടുള്ള കുറേ സാധനങ്ങൾ ഇന്ന് റെഡിയാക്കാനുണ്ട്. അപ്പം അതിന് ഞാനിന്ന് അവിടെ തിരൂർ എത്തുമെന്നും പറഞ്ഞതാണ്. അപ്പോൾ ഞാനും നമ്മളെ മാനേജറും കൂടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ റീനു അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് കഴിഞ്ഞ് നിന്നപ്പോൾ അവൾക്ക് പുട്ട് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ വേഗം അവൾ ബണ്ണിൻ്റെ അടുത്ത് സാൻഡ്വിച്ച് പോലെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ. പിന്നെ റോഹിക്ക് ചെറിയൊരു ജലദോഷം ഉണ്ട്. അപ്പോൾ ഞാൻ പോകുമ്പോൾ എങ്ങനെയായാലും അവൾക്ക് പോകണം എൻ്റെ കൂടെ വരണമെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരാമെന്ന്. അവൾക്ക് വാട്ടർ കളർ വേണമെന്ന്. ഇപ്പോൾ വാട്ടർ കളറും കളറൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ പറയുന്നു. പിന്നെ സ്കൂളിൽ പോകാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ സന്തോഷമുണ്ട് ആൾക്ക് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ പിന്നെ സോളാറിൻ്റെ ടീമും വന്നിട്ടുണ്ട്. നമ്മൾ കറണ്ടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു. അവർ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു അത്ര കേട്ടോ. ഞാൻ വന്നപ്പോഴാണ് അറിയണത്. അപ്പോൾ അവരവിടെ ഉണ്ട്. അപ്പോൾ ആകെ മൊത്തം ഇക്കാക്കും ഉമ്മാക്കും പണി കിട്ടിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇത് പോവും വേണം. ഇപ്പം എന്താ പറയുക, ബിസിയോട് ബിസി ആയിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, നമ്മൾ ശരിക്കും ചെറിയ ചെറിയ ടെൻഷൻസൊക്കെ വരുമ്പോഴേ ബിസി ആവുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഓരോന്ന് ആലോചിച്ചിരിക്കാൻ നേരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ രാവിലെ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, ഓരോ പണികളാണ്. അപ്പോൾ ഇവർക്കൊന്ന് സെറ്റാക്കി കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാം. കാരണം ഞാൻ ഇനി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇന്നത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പം നെസ്ട്രോ സോളാറാണ് നമ്മളെ വീട്ടിൽ സോളാർ വെച്ചിട്ടുള്ളത് കേട്ടോ. ആ ടീമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ട് ഫസ്റ്റ് നമ്മൾ റോസ് ഹെർബൽസിലോട്ട് നമുക്ക് വിറകടുപ്പുണ്ട് നമ്മളെ യൂണിറ്റിൽ. പക്ഷെ നമുക്കൊരു ഗ്യാസ് അടുപ്പും കൂടി വേണം, വലിയ അടുപ്പ്. അപ്പം അതും കൂടി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ ഉരുളിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് വിറകിൻ്റെ ഇത് പോസിബിൾ അല്ല, ഈ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ടേ. അപ്പോൾ നമ്മൾ അതും കൂടി നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല അടിപൊളി ഈ ഹോട്ടലിലോട്ടൊക്കെ കൊടുക്കുന്ന ടീംസാണ്. അപ്പം അവർ കുറേ അടുപ്പുകളൊക്കെ നമുക്ക് കാണിച്ചു തന്നു, പല വെറൈറ്റീസ്. അപ്പോൾ അടുപ്പും ഉരുളിയൊക്കെ അവരെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളിയൊക്കെ നോക്കിയായിരുന്നു, പല സൈസുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വലിയ ഉരുളി വേണം. ഇത് ചെറിയതാണ്, അപ്പം ചെറുതൊന്നും വേണം. ബട്ട് നമുക്ക് വലിയ ഉരുളി വേണം, അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കാൻ. നമ്മളിങ്ങനെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ഓയിലൊക്കെ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം നമ്മൾ വലിയ ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി അങ്ങനെ പിന്നെ ചെറിയ ഉരുളിയും വലിയ ഉരുളിയൊക്കെ വെക്കാൻ പറ്റുന്ന അധികം ഫ്ലെയിം എടുക്കാത്ത അടുപ്പും നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കിക്കുന്ന സ്ഥലം കേട്ടോ. ഇതൊക്കെ ഇവിടെയൊക്കെ നമുക്ക് പറഞ്ഞ രീതിയിൽ അവർ സൈസിൽ ഉണ്ടാക്കി തരും. അപ്പോൾ നമ്മളതൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ തിരൂരിലോട്ട് പോകുന്നു. കുറേ സാധനങ്ങൾ ഇന്ന് നമ്മൾ പ്ലാനിലുണ്ട് കേട്ടോ. ഇന്ന് കുറേ പണികൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു എനർജി വേണമല്ലോ. അപ്പോൾ നമ്മൾ വേഗം ഫുഡ് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ഉച്ചത്തേക്കുള്ള ഫുഡാണിത് കേട്ടോ. അപ്പം ഫുഡ് കഴിക്കുന്ന സമയമായിട്ടില്ല. അപ്പം നമ്മൾ നൂഡിൽസ് ഫ്രൈഡ് റൈസൊക്കെയാണ് റെഡിയാക്കിയുള്ളത്. വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. നൂഡിൽസും ഫ്രൈഡ് റൈസും ഓക്കെ, പക്ഷേ ചില്ലി ചിക്കൻ പോയി. നമ്മൾ ചായയും കൂടി എൻ്റെ കൂടെ കുടിച്ചിട്ടു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എൻ്റെ പാർട്ട്ണറാണ് ആൾ, നമ്മളെ റോസ് ഹെർബൽസിലെ പാർട്ട്ണറാണ് കേട്ടോ. ഇപ്പോൾ വണ്ടിയിൽ കയറിയത്. അപ്പോൾ നമ്മൾ റോസ് ഹെർബൽസിൽ നമ്മൾ
പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി നല്ലോണം ഫോക്കസ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ച ആദ്യം നമ്മളെ കസ്റ്റമേഴ്സിനൊക്കെ റേറ്റ് കുറച്ച് സാധനങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാക്കിംഗ് ഒക്കെ കുറച്ച് കാര്യത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. പിന്നെയാണ് നമ്മൾ ഫസ്റ്റത്തെ പാക്കിംഗ് നമ്മൾ ഓരോ വ്യൂവേഴ്സിൻ്റെ കയ്യിലെത്തുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പാക്കിങ്ങിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം, നല്ല സ്റ്റാൻഡേർഡ് പാക്കിംഗ് ആക്കണം എന്ന്. സ്റ്റാൻഡേർഡ് പാക്കിംഗ് ആകുമ്പോൾ റേറ്റ് കൂടേണ്ടി വരും, കാരണം ഓരോ ബോക്സിനും നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ബോക്സിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റൊക്കെ നിങ്ങൾ ഈ പ്രൊഡക്റ്റിൻ്റെ എമൗണ്ടിൽ ഇടണ്ടേ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ കുറേ തപ്പി നടന്നിട്ടൊക്കെയാണ് ഓരോന്നും കണ്ടെത്തിയത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഐഷാസ് കാർട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ ഇടയ്ക്ക് മറന്നു പോയിട്ടുണ്ട് നമ്മൾ ഐഷാസ് കാർട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ അത് നമ്മൾ സ്റ്റാഫുകൾ മാനേജ് ചെയ്യുന്നുണ്ട്, അവർ പിന്നെ ഓരോ വീഡിയോസൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോകുന്നുണ്ട്. എനിക്കിതെല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് ഭ്രാന്തൊരിക്കും, കാരണം നമുക്ക് നമ്മളെ കാര്യം തന്നെ നോക്കാൻ അത്യാവശ്യമുണ്ട്. അതിൻ്റെ കൂടെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം കൂടി നോക്കുമ്പോഴും മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ ഓരോ ഈ ഓയിൽസും ബോട്ടിലുകളില്ലേ, ബോട്ടിലുകളൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് കൊണ്ടുവരുന്നത്. കോയമ്പത്തൂരിൽ നിന്നും എറണാകുളത്തു നിന്നൊക്കെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണ്, അഥവാ ഇനിയിപ്പോൾ അവിടെ നിന്ന് കിട്ടിയില്ല എന്നാണെങ്കിൽ ഇവിടെയും കൂടി നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും കുറച്ച് കളക്ഷൻസ് ഉണ്ട്, അത് നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും പാക്കിംഗ് മെറ്റീരിയൽസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് തന്നെ നല്ലത് കേട്ടോ. പാക്കിങ്ങിൻ്റെ ഇതൊക്കെ നമ്മൾ നേരത്തെ അപ്പം ഇവിടെയും ഉണ്ട്, ബട്ട് നമുക്ക് ബൾക്കായിട്ട് എടുക്കുമ്പോൾ പുറത്തുനിന്ന് എടുക്കുന്നതിന് കുറച്ചുകൂടെ വിലയ്ക്ക് നല്ലത്. അപ്പോൾ ഇവിടെ നമ്മൾ ബോട്ടിൽസൊക്കെ നോക്കി, ബോട്ടിൽസൊക്കെ കുറച്ച് അഫോർഡബിളുണ്ട് ഇവിടെ. അപ്പോൾ ചില ബോട്ടിൽസ് ചിലത് റേറ്റും ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ പുറത്തുനിന്ന് നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് കൊണ്ടുവരുമ്പോഴും അതിൻ്റേതായ ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാത്തിനും അങ്ങോട്ട് പുറത്ത് പോലും നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നും അവിടെ നിന്നും എല്ലാം കൂടി ആയിട്ട് നോക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് നോക്കി വെച്ചു. പിന്നെ പാക്കിംഗ് എന്ന് പറയുമ്പോൾ പാക്കിങ്ങിന് തന്നെ അത്യാവശ്യം നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട് പെർ പാക്കിങ്ങിൽ. അപ്പം ശരിക്കും ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ സമ്മതിക്കണം കേട്ടോ, കാരണം ഇതൊക്കെ നമ്മളെ കോസ്റ്റിൽ വരുന്നതല്ലേ. പിന്നെ കൊറിയർ ചാർജും എമൗണ്ട് വരും. നമ്മളൊക്കെ ഫ്രീ ഡെലിവറിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നവർക്ക് ഡെലിവറി ചാർജ് ഉണ്ട്, 2 പ്രൊഡക്ട്സിൽ എടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ഡെലിവറിയാണ് കൊടുക്കുന്നത്. അതൊക്കെ കൊറിയർ ചാർജ് 50-60 ഒക്കെ വരുന്നുണ്ട്, ചിലത് അതിനും കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്യാണ്ടാണ് നിങ്ങൾക്കിപ്പോൾ തരുന്നത്. അപ്പം ഇനി ഒന്നുകൂടെ പ്രീമിയം ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് കുറേ പാക്കിംഗ് സാധനങ്ങളൊക്കെ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയും കുറേ സാധനങ്ങൾ ഇങ്ങനെ നടന്ന് നോക്കാണ്ട്, അപ്പോഴേക്കും മഴ പെയ്ത്. ശരിക്കും ഇതിനായിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴേ നമുക്ക് അത്യാവശ്യം നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും സാധനം കിട്ടില്ല. നമ്മൾ അത്യാവശ്യം കഷ്ടപ്പെട്ട് തന്നെ നടക്കേണ്ടി വരും കേട്ടോ. ഇതിപ്പം ഞങ്ങൾ ലേഡീസ് ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇക്കയും കൂടി ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇക്ക പറയും പിന്നെ ഒരു സ്ഥലത്ത് വരാം അതെന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോരുമെന്ന് പറയും, അല്ലാണ്ട് നടക്കില്ല. അപ്പം ലേഡീസിനെ ഇറങ്ങി അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ നിന്നൊക്കെ നോക്കി. അങ്ങനെ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഏകദേശം നടന്നു. അതിനിടയ്ക്ക് മഴ പെയ്തു. കുറേ ഇനിയും സാധനങ്ങളുണ്ട് അവിടെ പെൻഡിങ് വെച്ചിട്ടുണ്ട്, ഇനി ബാക്കി നെക്സ്റ്റ് ഡേ. പിന്നെ നമ്മൾ വീട്ടിൽ 2 കുരങ്ങന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, അതിൻ്റെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ അവർ ഓടി രക്ഷപ്പെട്ട്. അപ്പോൾ മരത്തിൻ്റെ മേലെ കയറിയിട്ട് മരത്തിൻ്റെ കൊമ്പ് ഒടിച്ചിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പുറത്ത് വീട്ടിൽ പോയിക്കണം കേട്ടോ, നമ്മളെ വീട്ടിൽ നിന്ന് എടുത്തതാണ് വീഡിയോ. അപ്പുറത്ത് വീട്ടിൽ ഓടിപ്പോയിക്കണം, എവിടേക്ക് പോയെന്നാവോ, അത് എവിടെ നിന്ന് വന്നൊന്നും അറിയില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കാണാം ഇവിടെ കുരങ്ങനും മയിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ പിന്നെ റൂഹിനെ അവിടെ ആക്കിയിട്ട് ഞാനും ഒക്കെയും കൂടി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഇറങ്ങിയതാട്ടോ. ഇക്കാക്ക് ഓക്കെയാണ്, ഇപ്പം ക്ഷീണമുണ്ട്, എന്നാലും എന്താ പറയുക, കുറേ ദിവസമായില്ലേ വീട്ടിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ഇക്ക ചെറുതായിട്ടൊക്കെ ഡ്രൈവ് ചെയ്യും, എന്നാലും വല്ലാണ്ട് വയ്യ. പിന്നെ ഈ ഒരു കീമോ അത്യാവശ്യം സ്ട്രോങ് ഉള്ള കീമോ ആയതുകൊണ്ട് തന്നെ ഞാൻ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ വണ്ടിയിൽ വെച്ച് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഉപ്പയും ഉമ്മയും വിളിക്കുന്നുണ്ട്, അവരിവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് കല്യാണത്തിന് ഇവിടെ കല്യാണം ഉണ്ടാവും, കല്യാണത്തിന് വൈകുന്നേരത്തെ റിസപ്ഷനാണ്. അപ്പോൾ കല്യാണത്തിന് പോകുന്ന വഴിക്ക് ഉച്ചയ്ക്ക് ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബിരിയാണി. അപ്പോൾ ബിരിയാണി കൊണ്ടുവന്നേരാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇക്കാക്കും ഉപ്പയും ഉമ്മയും കൂടിയാണ് കല്യാണത്തിന് പോകുന്നത്, കുട്ടികളുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുട്ടികൾ പറഞ്ഞു അവരിവിടെ നിൽക്കാം, ഇവർ പോയി വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തി. പിന്നെ ഇക്കാക്കും എൻ്റെ ഇക്കാക്കും എൻ്റെ ഹസ്ബൻഡും രണ്ടാളും ഭയങ്കര ഫ്രണ്ട്സാണ്. രണ്ടാളും ചെറിയ കുട്ടികളെ മാതിരിയാണ്, ബാലരമയും സൂത്രനും ഇതൊക്കെ വായിക്കുന്ന ആൾക്കാരാണ്. അപ്പം എൻ്റെ ബ്രദർ ഇക്കാക്ക് കൊണ്ടുവന്ന് കൊടുത്താണ് കേട്ടോ, വെറുതെ ഇരിക്കുമ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാളും ഭയങ്കര കോമഡിയാണ് അങ്ങനത്തെ കാര്യത്തിൽ. ഇത് ഇക്കാക്കൻ്റെ മോളാണ്. അപ്പം അവർ ഇനി കല്യാണത്തിന് പോകുന്നില്ല, അവരിടന്നോളം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മറ്റൊരു പോയി. പിന്നെ ഇപ്പം ഓരോ സംസാരങ്ങളാണ്. ബിരിയാണി കാണിച്ചിട്ടില്ലല്ലോ, ബിരിയാണി കാണിച്ചു തരാം കേട്ടോ.
ഉമ്മ ഉച്ചത്തേക്ക് ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഞങ്ങൾക്കിന്ന് വൈകുന്നേരത്തേക്ക് ബിരിയാണിയായി. പിന്നെ മക്കളിവിടെ നിന്നു. അപ്പോൾ മക്കൾക്ക് എന്താ പറയുക, ഇത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നോർമൽ ഫുഡല്ല വേണ്ടത്, എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള വേണം. അപ്പോൾ ഞാൻ വരുമ്പോൾ നൂഡിൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ റൂഹി കണ്ടോ, അവൾ മറ്റോ രണ്ടാളും കൂടി കളിക്കണം കണ്ടിട്ടുള്ള അസൂയ കൊണ്ട് ഇവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നൂഡിൽസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ ബർഗറിൻ്റെ പട്ടീസും ഉണ്ട്. അപ്പം ബണ്ണും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ബർഗർ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുവാണ്. പിന്നെന്താ, നമ്മൾ റോസ് ഹെർബൽസിലെ പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റും കൂടി ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ആ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത്? നമ്മളെ എന്താ പറയുക, അതിൻ്റെ ക്ലൂ തന്നാൽ നിങ്ങൾ എന്തായാലും പറയും. എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ് ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരേക്കുള്ള നമ്മളെ 7 പ്രൊഡക്ട്സ് വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ വാങ്ങിക്കാൻ ഞാൻ നമ്പർ കൊടുക്കാം, പിന്നീട് കമ്മിലായിട്ട് നമ്പർ കൊടുക്കാം കേട്ടോ. ഒത്തിരി ആൾക്കാർ എൻക്വയറീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സംഭവം നമ്മൾ സെയിൽ ചെയ്യുമ്പോഴല്ലേ, നമുക്ക് ഓരോന്നിലോട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കുറേ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ്സ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സാണ്, പക്ഷേ നമുക്ക് കൊറിയർ ടീമിൻ്റെ അടുത്ത് കുറച്ച് മിസ്റ്റേക്സ് പറ്റി. അപ്പോൾ നമ്മൾ കൊറിയർ ടീം മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പാക്കിങ്ങിൽ നമ്മൾ കുറച്ച് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. അപ്പം പാക്കിങ്ങും ഇപ്പം മാറ്റുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു, ഇൻഷാ അല്ലാ. പിന്നെന്താ, നമ്മൾ ഗിവ് അവേയും വെക്കുന്നുണ്ട് കേട്ടോ നമ്മളെ റോസ് ഹെർബൽസിൽ. അങ്ങനെ എല്ലാവരുടെ കയ്യിലും നമ്മളെ പ്രോഡക്റ്റ്സ് എത്തണം എന്നുള്ള രീതിയിലാണ് വെക്കുന്നത്, ഇൻഷാ അല്ലാ. എന്താ വെച്ചാൽ അത്രയും കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് നമ്മളെ റോസ് ഹെർബൽസിലുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. എന്തായാലും റിസൾട്ട് 1 മന്തിനകത്ത് റിസൾട്ട് ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് 1 വീക്കിനകത്ത് റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങളതും പ്രതീക്ഷിച്ചിരിക്കും. അപ്പോൾ ചിലർക്ക് റിസൾട്ട് ഉണ്ടാവും, ചിലർക്ക് റിസൾട്ട് കുറച്ചുകൂടെ യൂസ് ചെയ്താലേ ഉണ്ടാവുള്ളൂ. എന്തായാലും നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്തായാലും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാണ്ടിരിക്കില്ല, ഇൻഷാ അല്ലാ. അപ്പം ഇപ്പോഴും കുറേ ആൾക്കാർ പല ഡൗട്ട്സും ചോദിച്ചിട്ട് മെസ്സേജ് ആക്കാറുണ്ട് കേട്ടോ. കൂടുതൽ പേർക്കും കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ചോദിക്കുന്നത്, കുട്ടികളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും ഒരു 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ പറ്റും. പക്ഷേ ഞാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, അഥവാ നിങ്ങളുടെ കുട്ടികളുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് നല്ല സാധനങ്ങളാണ് ആ ഓയിലൊക്കെ നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് 10 വയസ്സിന് താഴെ കുട്ടികൾക്ക് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ ഒരിക്കലും എന്താ പറയുക, റെക്കമെൻഡ് ചെയ്യില്ല 10 വയസ്സിന് താഴെ കുട്ടികൾക്ക് ഒന്നും, ലിപ് ബാം ആണെങ്കിലും എല്ലാതും. കാരണം അവരുടെയൊക്കെ സ്കിന്ന് അത്രയും ഡെലിക്കേറ്റ് സ്കിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ റോസ് ഹെർബൽസിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് കമൻറ്റിൽ ഓർഡർ ചെയ്യുന്ന നമ്പർ തരാം, അതിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ. വിളിക്കരുത്, വിളിക്കുമ്പോൾ സ്റ്റാഫിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. കാരണം എല്ലാവരും വിളിച്ച് സംസാരിക്കുമ്പോൾ അവർക്കിങ്ങനെ ഫോൺ എടുക്കലും വാട്സപ്പിൽ മെസ്സേജ് അയക്കലും എല്ലാം കൂടി നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിളിക്കേണ്ട, വാട്സപ്പ് ചെയ്യുക കേട്ടോ. എന്താണെങ്കിലും വാട്സപ്പ് ചെയ്തോളൂ. പിന്നെ അത് ബിസിനസ് വാട്സപ്പാണ് നമ്മൾ ഉള്ളത് റോസ് ഹെർബൽസിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഞാനും സംസാരിക്കാറുണ്ട്. ഞാൻ ഓർഡർ എടുക്കുന്നത് ഞാനല്ല കേട്ടോ. അപ്പം അതിലെന്തെങ്കിലും എന്നെപ്പറ്റി ചോദിക്കുന്നതോ എന്നോട് ചോദിക്കാൻ പറഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ റിപ്ലൈയും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം. എപ്പോഴും ഞാൻ വാട്സപ്പ് നോക്കാറില്ല കേട്ടോ അതിൻ്റെത്. അപ്പോൾ എന്നോട് അവർ സ്റ്റാഫ് വിളിച്ച് പറയും, ഇതൊന്ന് റിപ്ലൈ കൊടുക്കുമോ, ഇത്തന്നെ ചോദിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ അവർക്ക് അങ്ങനെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരും കോൺടാക്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുട്ടികൾക്ക് ബർഗറും നൂഡിൽസും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ ഉപ്പയും ഉമ്മയും അവർ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.